നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ മെൻസ്ട്രൽ ലീവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നയം പുറത്തു വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറുവശമാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ലോകത്ത് ഒരിടത്തും തന്നെ ഇത്തരത്തിലൊരു പോളിസി നിലവിലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഹർജി വന്നിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും നാഷൻ വൈഡായിട്ട് മെൻസ്ട്രൽ ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സുപ്രീം കോടതി അത് തള്ളിയിട്ട് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ്. അപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇൻറ്റൻഷൻ നല്ലതായതുകൊണ്ട് മാത്രം ഗുഡായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണമെന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു 20% ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ 20% പെൺകുട്ടികൾക്കാണ് സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും വലിയ രീതിയിലുള്ളൊരു പെയിൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ തന്നെ എല്ലാ മാസങ്ങളിലും സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റായിട്ട് ഫുള്ളായിട്ട് 3 ദിവസത്തെ അവധി പൊതുവിൽ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിനോടുള്ള പെൺകുട്ടികളുടെ സമീപനം ലോങ് ടേം ആയിട്ട് ഗുണകരമല്ലാത്ത രീതിയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ സൈക്കോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടാസ്ക്, ഒരു ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ടുള്ള വില്ലിങ്നെസ്സോട് കൂടെയുള്ള കൺഫ്രണ്ടേഷൻ, ഫൈറ്റാണ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരിക. അതേസമയം ഒരു റിസൻമെൻറ്റോടുകൂടെ, വിക്ടിംഹുഡോടുകൂടെ, ബിറ്റർനെസ്സോട് കൂടെയാണ് നമ്മളൊരു ഗോളിലേക്ക്, ഒരു ടാസ്കിലേക്ക് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് ലെസ് ആയിട്ടുള്ള പെർഫോമേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വലിനെ വിമണാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിനെ ഒരു രോഗമായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വിക്ടിംനെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്ന പോലെയല്ല. എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ടഫായിട്ടുള്ള സിനാരിയോസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ നമ്മളൊരു ആ ഗ്രീവൻസിനെയൊക്കെ തന്നെ എൻകറേജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിനേക്കാളുപരി അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കുറേ കൂടെ കറേജിയസ് ആയിട്ടോ കോൺഫിഡൻറ്റുമായിട്ടുള്ള ഒരു ജനറേഷനെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു വലിയ രീതിയിലൊരു കൺഫ്യൂഷനാണ് സൃഷ്ടിക്കുക. ഒരു തെറ്റിദ്ധാരണയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഒരു രീതിയിൽ കണ്ടീഷനാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഇത്രയും നാൾ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾ സ്ത്രീകൾ വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇതുവരെയുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കുകയും മുന്നോട്ട് വരികയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് അങ്ങനെ അല്ലാതായി മാറുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതിനെ തുടർന്ന് വരുന്ന ഗർഭധാരണം, കുട്ടികളെ വളർത്തുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ ഒരു ബിറ്റർനെസ്സോടുകൂടെയും റിസൻമെൻറ്റോടുകൂടെയും കാണാനും അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വലിയ രീതിയിലാവാനുള്ള സാധ്യത വളരെ വലുതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വരുന്നൊരു സംസ്ഥാനത്ത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നല്ല ഇൻറ്റൻഷനാണ്, പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ സൊസൈറ്റി വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പോളിസി മേക്കേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തൊരിടവും ഇതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുമുള്ള മാതൃക നമുക്കില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ
അത് തീരുമാനങ്ങൾ എടുക്കുന്നത് നമുക്ക് ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാരുടെ ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ളൊരു സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഒരു ജനപ്രിയമായിട്ടുള്ള കാര്യം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ലാർജർ ക്രിട്ടിക്കൽ അനാലിസിസ് ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മുടെ വരും തലമുറ അനുഭവിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇനി അഥവാ ഇങ്ങനൊരു ഡിസിഷൻ നടപ്പിലായാൽ പോലും എനിക്ക് തോന്നുന്നത് പാരൻസിനും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ടാവും, നിങ്ങൾക്കത് അവൈൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക. അല്ലാതെ അതിനകത്തുള്ളൊരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ളൊരു ഇവേഡിങ് ഓപ്ഷനായിട്ട് കാണാതെ നിങ്ങളുടേതായിട്ടുള്ള റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി വോളണ്ടറി ആയിട്ട് വില്ലിങ്നെസ്സോടുകൂടെ തന്നെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു മാനസികാവസ്ഥ, ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കറേജിയസ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.